നോക്കൂ ശ്രീ വിജയകൃഷ്ണൻ, രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ശ്രീമതി കമലത്തിന് സ്വന്തമായ വസ്തുവില്ല, ബ്ലേഡ് മാഫിയയുടെ ചൂഷണത്തിന് വിധേയമായി ഉള്ള 5 സെന്റും കിടപ്പാടവും നഷ്ടപ്പെട്ടു. കമലത്തിന് ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 1 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ഇവരെ സഹായിക്കും? ഇവരുടെ കയ്യിൽ 5 പൈസയുടെ സെന്റോ വസ്തുവോ വീടോ ഇല്ല. സഹായിക്കാൻ പറ്റുമോ? ബാങ്ക് സഹായിക്കാൻ ആ പ്രദേശത്തുള്ള ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല. ആ പ്രദേശത്തുള്ള ബാങ്കിന് ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി. ഒരു 10 സ്ത്രീകളുടെ സ്വയം തൊഴിൽ കണ്ടെത്തേണ്ട 10 സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഓരോരുത്തർക്ക് ഓരോ ലക്ഷം വരെ കൊടുക്കാൻ പറ്റും. അതിപ്പം കുടുംബശ്രീക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ ജനശ്രീക്ക് കൊടുക്കുന്നുണ്ട്, ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റുള്ള ബാങ്കുകളും കൊടുക്കും. ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നില്ലേ കമലം? അല്ല സാർ, പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, പിന്നെ ബാങ്ക് മാനേജർ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഈ കുടുംബശ്രീക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഈ പൈസ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു വ്യക്തമായ കണക്ക് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ ഒരു സംഘത്തിൽ 10-13 ആൾക്കാരുണ്ടെങ്കിൽ 1,70,75,000 രൂപ എടുക്കുകയാണെങ്കിൽ അവർ മാസം കൊടുക്കേണ്ടത് 8,082 രൂപ കൊടുക്കണം. എത്ര ശതമാനം പലിശ വരുന്നു കണക്ക് കൂട്ടിയാൽ അത് 36 മാസം. കേരളത്തിൽ കുടുംബശ്രീയുടെ പലിശയും വട്ടിപ്പലിശയായോ? അല്ല, കുടുംബശ്രീക്ക് അങ്ങനെ ചെയ്യുന്ന എൻ്റെ അറിവിൽ ആദ്യമായിട്ട് പെടുകയാണ്. അല്ല, അത് പെടുന്ന വെച്ചാൽ ഇതിപ്പോ പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പിന്നെ സ്ത്രീകളുടെ പിന്നെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് കുടുംബശ്രീകൾ എന്ന് പറയുന്നത്. ഈ കുടുംബശ്രീകൾക്ക് സംഘത്തിന് എടുക്കുന്നത് അവർ തിരിച്ചടയ്ക്കുന്ന ഈ അവരുടേതായ സമ്പാദ്യം, സംഘത്തിലായി സമ്പാദ്യം ഒരു 10-20 ആൾക്കാരുണ്ടെങ്കിൽ അവർ തുച്ഛമായ 10-20 രൂപ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന 5-10 രൂപ എടുക്കാൻ കഴിയും തുച്ഛമായിട്ട്. നേരെ വെച്ച് ഇവിടുന്ന് പിന്നെ പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ പഞ്ചായത്ത് നേരിട്ട് ബാങ്കായിട്ട് ഇടപെട്ടിട്ട് ലിങ്ക് ലോൺ എന്നും പറഞ്ഞ രീതിയിലാണ് ലോൺ കൊടുക്കുന്നത്. ഇപ്പോൾ 1,70,70,000 രൂപ എടുക്കുകയാണെങ്കിൽ ഒരു മാസം 13 ആൾക്കാർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് 8,082 രൂപ കൊടുക്കണം. അപ്പോൾ സാറൊന്ന് പറഞ്ഞു തരണം അതിൻ്റെ എത്ര പലിശ ഒരു വ്യക്തി എത്ര പലിശ അടയ്ക്കേണ്ടി വരും എന്നുള്ളത്. എന്താണ് ഇതൊരു വലിയ വിഷയമായിരിക്കും. 12% വെച്ച് അടയ്ക്കുന്ന സ്ഥലത്ത് പലപ്പോഴും വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇവരൊന്നും അടയ്ക്കാതെ വരും. അപ്പോഴത്തേക്ക് പലിശക്ക് പലിശ വരും, കൂട്ടുപലിശ അല്ല വരുമല്ലോ, മുതലും പലിശയും കൂടെ ചേർന്നല്ലോ. അതിലത് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിലല്ല ഇത് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വരുന്നത് പറഞ്ഞാൽ അടപ്പില് വരുന്ന ഒരു കുടിശ്ശിക വരുന്നതാണ് ഇതിന് കാരണമായി മാറുന്നത്. ഇവിടെ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ 2-3 കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു വിഭാഗം പറയും നമ്മുടെ കേരളത്തിൻ്റെ അത്യാർത്തിയാണ് പ്രശ്നങ്ങൾ. ഞാൻ അതിന് പാടെ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു പുരോഗമന സംസ്കാരം നിൽക്കുന്ന സ്ഥലത്ത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, അതുപോലെ തന്നെ വരുമാന മാർഗം, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. ഈ അവകാശങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെയാണ് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാർ സംവിധാനവും ഇതിനെ പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിലെ ഒരു പരിഹാരം കാണുന്നതിന് ഏറ്റവും വലിയ കാര്യം ഓരോ പ്രദേശങ്ങളിലും ഈ സാമ്പത്തിക സാക്ഷരത ആളുകളിൽ ഉണ്ടാക്കാനും സാമ്പത്തികമായി ഇങ്ങനെയുള്ള അമിത ചൂഷണം നടത്തുന്നതിനും ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ മറ്റ് കൊട്ടേഷൻ നിങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ഒക്കെ നമ്മളെ മുക്തമാക്കുന്നതിനും വേണ്ടിയുള്ള തിരിച്ചൊരു സംശയം ഇതാണ്. നോക്കൂ, ഈ ദേശസാൽകൃത ബാങ്കുകൾ അടക്കം പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ മോഹങ്ങളെയല്ലേ? മോഹങ്ങളെ വലിയ കുതിരകളാക്കി അഴിച്ചുവിടുകയാണ് ബാങ്കുകൾ. നിങ്ങൾക്ക് ലോൺ തരാൻ വേണ്ടി ബാങ്ക് ക്യൂവിന് നിൽക്കുകയാണ്. ശ്രീമതി കമലത്തിനെ ബാങ്കിന് ലോൺ കിട്ടാതെ ഉള്ളൂ. ഒരു സിറ്റി പോലീസ് കമ്മീഷണറോ കോളേജ് അധ്യാപകനോ ഒരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ചെന്നാൽ ബാങ്കുകൾ ലോൺ കൊടുക്കാൻ തയ്യാറാണ്. വാഹനത്തിന്, വീടിന്, മൊബൈൽ ഫോണിന്, ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് അവൻ ചൂഷണം ചെയ്യുകയാണ്. ഈ അരുൺ, ഇതിനകത്ത് ഒരു കാര്യം വന്നെന്താണെന്നറിയോ? ഒരു വാക്കുണ്ട് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ, ബാങ്കിങ് ഹാബിറ്റ് എന്ന് പറയും. ഇന്നും നമുക്ക് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിലും ബാങ്കിലേക്ക് ചെല്ലുമ്പോഴൊക്കെ നമുക്കൊരു മുട്ടറപ്പാണ്. ഒരു മുട്ടിയുടെ കൂട്ടത്തിൽ ദേശവൽകൃത ബാങ്കിൽ ഇരിക്കുന്നവൻ, അവിടുത്തെ ജോലിക്കാരൻ, ഇവൻ്റെ പൈസ ഉണ്ട്, ഇവൻ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇവനെപ്പോലുള്ള ഡെപ്പോസിറ്റുള്ള പണമാണെങ്കിലും അയാൾ അതങ്ങ് പരുവ് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ വക എടുത്തു കൊടുക്കുന്ന കണക്കാണ് ഇദ്ദേഹത്തിനോട് പെരുമാറുന്നത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ചെക്കും കൊണ്ട് ചെന്നാൽ ചെക്ക് കൊടുത്തിരുന്നാൽ പോയി ക്യൂ നിൽക്കാൻ പറയും. നമ്മുടെ പണമാണ്, നമ്മുടെ പണത്തിൽ നിന്നുണ്ടാകുന്ന ഈ ലോൺ കൊടുത്തും മറ്റും ഉണ്ടാക്കുന്നതിനകത്തു നിന്നാണെന്നുള്ള വിചാരം പോലും ഇല്ലാതാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് വരുന്ന ഒരു കാര്യം എല്ലാം എളുപ്പമാർഗത്തിലാണ്. അങ്ങനെ സമയം അനുവദിക്കെങ്കിൽ ചെറിയ കഥ പറഞ്ഞാൽ മലയാളിയുടെ സ്വഭാവം എളുപ്പം പിടികിട്ടും. ഗൾഫിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരു കുറ്റം ചെയ്തു 3 പേർ, ഒരു ഇറ്റലിക്കാരൻ, ഒരു പിന്നെ പാകിസ്ഥാൻകാരൻ, ഒരു മലയാളി. അപ്പോഴേ എല്ലാവർക്കും അടിയെന്ന് ശിക്ഷ വെച്ച് 20 അടി വീതമാണ് ഓരോരുത്തർക്ക് കൊടുക്കുക. അടി ഏറ്റുപടിക്കാൻ നിൽക്കുകയാണ്. അന്നേരം പറഞ്ഞ് ഇന്ന് ഷേഖിൻ്റെ ഭാര്യയുടെ ജന്മദിനമാണ്. ഷേഖിൻ്റെ ഭാര്യയുടെ ജന്മദിനമായതുകൊണ്ട് നിങ്ങളെ അടിയും നമ്മൾ രക്ഷിക്കാം. അതിന് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവരുടെ ആവശ്യം പറയുക. ഈ അടി കിട്ടും,
അപ്പോഴത്തേക്ക് കേട്ട ഇറ്റലിക്കാരൻ വലിയ ബുദ്ധിമാനാണ്. ഇറ്റലിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്താൽ എന്നെ അടിച്ചോളൂ, എൻ്റെ പുറത്തൊരു തലയണ വെച്ച് കെട്ടിയേക്കണം. അടി തുടങ്ങി. അടി 10 അടിയായപ്പോൾ തലയണ പൊട്ടി. അടുത്ത 10 അടിയിൽ പൊളിഞ്ഞ് അടി പൊളിഞ്ഞു. ഉണ്ടെങ്കിൽ പാകിസ്ഥാൻകാരൻ നോക്കിക്കൊണ്ട് പാകിസ്ഥാൻ പറഞ്ഞ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 2 തലയണ വെച്ച് കെട്ടിത്തരും. 2 തലയണ വെച്ച് കെട്ടിയപ്പോഴത്തേക്ക് ഒരു 15 അടിയായപ്പം അതങ്ങ് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് 5 അടി കൊണ്ട് പൊട്ടി. ഇത് കണ്ട് മലയാളി നിൽക്കുകയാണ്. മലയാളിയെ കണ്ടിട്ട് ഒരു സ്നേഹം തോന്നിയിട്ട് പറഞ്ഞു, നീ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വന്ന ആളാണല്ല, നിനക്ക് 2 കാര്യങ്ങൾ ചോദിക്കാം. അല്ല മലയാളി പറഞ്ഞ്, അയ്യോ എനിക്കിത് ഇപ്പോഴാണ് മനസ്സിലായത്, മലയാളി എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി, ഒരു കാര്യം ചെയ്താൽ മതി, എനിക്കൊരു അപേക്ഷയുണ്ട്, അടി 50 ആക്കി മാറ്റണം. അപ്പോഴെല്ലാവരും അത് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞ് എന്നിട്ട് രണ്ടാമത്തെ ആവശ്യം പാകിസ്ഥാൻകാരനെ എൻ്റെ മുതുകത്തെടുത്ത് കെട്ടി വയ്ക്കുക. ഞാനെന്താ പറഞ്ഞത്, വലിയ മെനക്കെടാതെ ഇമാതിരിയുള്ള കീമ ബുദ്ധികളും കൊണ്ടാണ് നമ്മൾ നടക്കുക. നമുക്ക് ബാങ്കിൽ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇത് എന്താണെന്ന് പോലും നമുക്ക് തിരക്കണ്ട. ഇത് എളുപ്പം കിട്ടുന്ന സ്ഥലം ഏതാണ്? പിന്നെ നമ്മുടെ വിചാരം അടിച്ചില്ലെങ്കിൽ ഇപ്പൊ അടച്ചില്ല, എന്താ ചെയ്യാൻ പോണു, ഒന്നും ഒപ്പിട്ട് കൊടുത്തില്ല. നാഷണലൈസ് ബാങ്കിന്റെ ഒരു പ്രതിനിധി ഇവിടെ അതിനെ കാണുന്നില്ല. അപ്പൊ ഞാൻ അത് പറയാൻ കാരണം, സാധാരണ നാഷണലൈസ് ബാങ്ക് തന്നെ ഗോൾഡ് ലോൺ കൊടുക്കുന്നത് 1 പവൻ കൊടുത്തു കഴിഞ്ഞാൽ 13,000 രൂപയാണ് കൊടുക്കുന്നത്. അത് തന്നെ അതിന് അഗ്രികൾച്ചർ പർപ്പസിന് കൊടുക്കുന്നത് 4.5% ഇൻട്രസ്റ്റിനാണ് കൊടുക്കുന്നത്. അത് 1 കൊല്ലത്തേക്കാണ് കൊടുക്കുന്നത്. എന്ന് 365 66ാമത്തെ ദിവസം ആകുന്നു, അന്ന് അതിൻ്റെ ഇൻട്രസ്റ്റ് ജമ്പിങ് ആകുകയാണ്, 9% മാറുകയാണ്. ആ ദിവസം, അതായത് ഈ 1 കൊല്ലം തികയുന്ന ദിവസം ഹോളിഡേ ആണെങ്കിൽ പോലും, ഇയാൾ നിരപരാധിയാണ് എന്നെങ്കിൽ പോലും അയാളുടെ ഇൻട്രസ്റ്റ് 9% വർദ്ധിക്കുക. അപ്പോൾ നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കും ഈ കാര്യത്തിൽ ഒഴിവല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പണം അടി കാണാത്ത സമുദ്രമാണ് എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമുദ്രത്തിൽ മനസാക്ഷി, സത്യസന്ധത, കരുണ തുടങ്ങിയ വികാരങ്ങൾക്ക് സ്ഥാനമുണ്ടാവില്ല. പണം അടി കാണാത്ത സമുദ്രമാണെങ്കിൽ ബ്ലേഡ് മാഫിയ ആ സമുദ്രത്തിലെ വൻ സ്രാവുകളാണ്. ഓപ്പറേഷൻ കുബേര സ്രാവുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ പിടിയിലായതിൽ കൂടുതൽ പരൽ മീനുകളാണ്. സ്രാവുകൾ കടലിന്റെ അടിത്തട്ടിൽ തന്നെയുണ്ട്, ഇപ്പോഴും ഭദ്രമായി. അത് ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നു, പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നറിയാം. നമ്മൾ മാറുകയാണോ, ബ്ലേഡ് മാഫിയ പിടിക്കാനുള്ള ആർജവം കാട്ടുകയാണോ വേണ്ടത് എന്ന ചോദ്യം പ്രേക്ഷകരുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുന്നു. ഓർമ്മിപ്പിക്കട്ടെ, പണം അടി കാണാനാവാത്ത ഒരു വലിയ സമുദ്രമാണ്. ബ്ലേഡ് മാഫിയ ആ സമുദ്രത്തിലെ വൻ സ്രാവുകളാണ്. നന്ദി, നമസ്കാരം.